മിഥുനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പലരും പറയുന്നത് നമ്മുടെ കണ്ണൂരിന്റെ സ്പൈഡർമാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അർജന്റീനക്ക് ഒരുപാട് പെനാൽറ്റിക്ക് സേവ് ചെയ്ത് കപ്പ് വാങ്ങിച്ചു കൊടുത്ത അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് പോലെയാണ് മിഥുൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ റയൽ മാഡ്രിഡിലെ എംബാപ്പേനെ ലോഞ്ച് ചെയ്യണ്ടായിരുന്നല്ലോ, ഭയങ്കര ഗംഭീര ലോഞ്ചിങ് ആയിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് മിഥുനെ ഒന്നുകൂടെ ലോഞ്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അപ്പം റയൽ മാഡ്രിഡ് ആണെങ്കിൽ അവർ ജേഴ്സി കൊടുത്തിട്ട് ലോഞ്ച് ചെയ്യുക, നമ്മൾ നമ്മുടെ റേഡിയോ മാംഗോയുടെ ടീഷർട്ട് കൊടുത്തുകൊണ്ട് മിഥുനെ ലോഞ്ച് ചെയ്യാണ്. പ്ലീസ് കൈയെടുക്കാം. പിന്നെ മിഥുനാണെങ്കിൽ റീൽസിൽ സ്റ്റാർ ആണ്. പലരും സോഷ്യൽ മീഡിയയിൽ എയറിലാവാറുണ്ട്, പക്ഷെ മിഥുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എയറിൽ പോകുന്ന ഒരാളാണ്. ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് മറ്റേ സിക് പാക്ക് എന്ന് പറഞ്ഞ സാധനമില്ലേ, എനിക്ക് കുറെ ആൾക്കാർ ആ വീഡിയോ അയച്ചാന്ന് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി ഇത് നമ്മളെ ഞങ്ങൾ കണ്ട് ഇത് ചെയ്ത് മിത്തോട്ടെ ഇത് ചെയ്തു പറഞ്ഞിട്ട് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയോ, അതൊന്നും ആകുന്നില്ല. 2019 ഞാൻ ക്യാപ്റ്റനായിരുന്നു. അപ്പം കൊറോണ വന്നല്ലോ ആ 19. അപ്പോൾ എല്ലാം ആക്ടിവിറ്റീസും എല്ലാം നിർത്തിയപ്പം ഇങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോയി. വീട്ടിൽ വന്ന് പിന്നെ ട്രെയിനിൽ നിർത്തിയോണ്ട് ബാങ്കിലും പോകാൻ പറ്റിയില്ല, ഇവിടെയായി. അപ്പം അങ്ങനെ ഇപ്പം വെറുതെ നിൽക്കുന്നതല്ലോ, നമ്മൾ വെറുതെ ഭക്ഷണം കഴിച്ച് തടിക്കണ്ടെന്ന് വിചാരിച്ച് വർക്കൗട്ട് തുടങ്ങി. അപ്പോൾ വർക്കൗട്ട് തുടങ്ങിയപ്പോൾ വർക്കൗട്ട് കുറച്ച് ഹാർഡായി പോയി. നല്ല ഇപ്പം രാവിലെയും ചെയ്യും, വൈകുന്നേരം വേറെ പണിയൊന്നും ഇല്ലല്ലോ, രാവിലെ വൈകുന്നേരം ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് അപ്പം ഭയങ്കര ഫിറ്റായി. അപ്പോൾ പിന്നെ ഇൻസ്റ്റയിലെല്ലാം ഫിറ്റ്നസിൻ്റെ റീലാണ് വരിക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു റീല് കണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കണ്ടപ്പോൾ ഒരു എന്തോ ഒരു ഇത് വ്യത്യാസം തോന്നി. അപ്പം അങ്ങനെ ചെയ്തൊക്കെ നോക്കി ആ റീല് നേരെ ഡൗൺലോഡ് ചെയ്ത് സ്ലോ ആക്കി കുറേ സമയം നോക്കി. എന്നിട്ട് കുറേ പ്രാക്ടീസ്, കുറേന്ന് വെച്ചാൽ അന്ന് കുറേ പ്രാക്ടീസ് ചെയ്യുന്നു. ചെയ്ത് ലാസ്റ്റ് ഒരിക്കൽ കിട്ടി. അത് ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന് 1 മില്യൺ വ്യൂസ് കിട്ടി ഫസ്റ്റ് ഇട്ടപ്പോൾ. ഇപ്പൊ ലോക്കൽ ടൂർണമെന്റ് എല്ലാം കുറെ കളിക്കാൻ പോകുന്നുണ്ടോ? നല്ല വീഡിയോസ് റീൽസിലെല്ലാം കാണാനല്ലേ? ലോക്കൽ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ സന്തോഷ് ട്രോഫി കളിച്ച് കപ്പടിച്ച് ഇപ്പൊ ആൾക്കാരെല്ലാം വിചാരം ഭയങ്കര ഒരു അമാനുഷ്യനാണ്, പോസ്റ്റിൽ ഗോളാവില്ല. അതനുസരിച്ച് പെർളശ്ശേരി കളിക്കാൻ പോയി. പെർളശ്ശേരി കളിക്കാൻ പോയിട്ട് ഭയങ്കര മോശമായി പോയി. ഫസ്റ്റ് കളി തന്നെ 3-3 ഡ്രോ ആയി. പെനാൽറ്റി 7-7 രണ്ട് ടീം പിന്നെ ടോസിലെ ജയിച്ചത്. അങ്ങനെ സൂപ്പർ പവർ എടുക്കാൻ മറന്നുപോയി. അതോടുകൂടി ആ നാട്ടില് ഗോളിക്കുന്നത് നിർത്തി. അപ്പൊ ഒളിമ്പിക്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ഫുട്ബോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പൊ നമ്മളുടെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാ ഈ ഒരു ഒളിമ്പിക്സിലെ ഫുട്ബോളില്? ഒളിമ്പിക്സിലെ ഫുട്ബോളില് എനിക്ക് തോന്നുന്നു ഫ്രാൻസിന് ചാൻസ് ഉണ്ട് തോന്നുന്നു. പിന്നെ സ്പെയിനും അർജന്റീനയും ഉണ്ടല്ലോ. പക്ഷെ ഫ്രാൻസിലാണല്ലോ നടക്കുന്നത്. എന്തായാലും സപ്പോർട്ട്. അതുപോലെ ഇപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രസീൽ ടീം അപ്പൊ അവർ വുമൻസ് ടീം മത്സരത്തിൽ ബ്രസീൽ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാ നമുക്ക് തോന്നുന്നത്? ബ്രസീൽ തന്നെ അടിക്കും. അതിന് വേറൊരു അഭിപ്രായം ഇല്ല. ഞാൻ ബ്രസീൽ ഫാനാണ്. അപ്പൊ നിങ്ങളും ബ്രസീൽ ഫാനാന്നൊക്കെ അറിയാം. ഇപ്പൊ എല്ലാം നമ്മളെ തോറ്റോണ്ടിരിക്കണം, കപ്പടിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മളെ കളിയാക്കുന്നുണ്ടല്ലാരും നമ്മുടെ നാട്ടിലായാലും ഇവിടെയാലും. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ആ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാലോ, സമ്മതിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. നമുക്കറിയാലോ ടീം. അതിന് ഒന്നാമത് ഈ വിനീഷ്യസ് ജൂനിയർ ഒന്നും ക്ലബ്ബ് കളിക്കുന്ന കളികളെ കളിക്കുന്നില്ലല്ലോ. നല്ല കോച്ച് പറഞ്ഞപ്പോ എന്നാലേ മാറുള്ളൂ. നമ്മള് ഈ ഇപ്പം ഗോളി വെക്കുമ്പോൾ 10-90 മിനിറ്റോളം ബാറിന് കീഴിൽ നിൽക്കുന്നതാണല്ലോ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈക്ക് കയറി ഗോൾ അടിക്കണം എന്നെല്ലാം തോന്നല്ലോ. ഇപ്പൊ നമ്മൾ കളിക്കുമ്പോൾ അറിയില്ല ഗോളി ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൂടി അങ്ങനെ തോന്നലുണ്ടോ? അങ്ങനെ അടിക്കാൻ ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ കയറി ഗോൾ അടിക്കുക അങ്ങനെ വെച്ചാല് ഇപ്പം ഞാൻ അധികം കളിച്ച ടീമിലും ഞാനിപ്പം നല്ല ബെസ്റ്റ് എല്ലാ പൊസിഷനിലും ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടായിന്. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നൂല, കാരണം നമ്മളെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കട്ടി കൂടുതൽ കാര്യം അവർക്ക് ചെയ്യാൻ പറ്റും. ഈ പെനാൽറ്റി അടിക്കുന്ന സമയത്ത് ഇപ്പം പെനാൽറ്റി അടിക്കുന്ന ആളും കീപ്പറും അല്ലെങ്കിൽ ഗോൾ കീപ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ശരിക്കും? പെനാൽറ്റി അടിക്കുമ്പോ ഇല്ലേ 50-50 ചാൻസ് ആണെന്ന് പറയും. പക്ഷെ കീപ്പർമാർക്ക് എന്ന് വെച്ചാൽ സേവ് ചെയ്താൽ ഹീറോ ആയി, സേവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് കളിക്കാർക്ക് അങ്ങനെയല്ല, പ്രഷർ ജാസ്തിയാ. അവര് പുറത്തു പോയി കഴിഞ്ഞാൽ തീർന്നു, അവരാ ടീമിനെ തോപ്പിച്ച പോലെ ആവില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ മാച്ചിൽ അങ്ങനെയല്ല. മാച്ചിൽ ഓറ് 99 ചാൻസ് മിസ്സാക്കിയിട്ട് 100ാമത്തെ അടി ഗോളാക്കിയാൽ ഓറ് സ്റ്റാറാ. പക്ഷെ നമ്മൾ 99 സേവ് ചെയ്തിട്ട് 100ാമത്തെ അടി മെല്ലെ വിട്ടാൽ പോയി കീപ്പറാന്നേ പറയുള്ളൂ. അപ്പൊ ഈ ഏത് ഭാഗത്തേക്ക് ചാടണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അതെങ്ങനെയാണ് ശരിക്കും നമ്മളിങ്ങനെ? അത് നമ്മള് ആ സമയത്ത് നമുക്ക് ഓരോ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ അവർ ആ ബോൾ വെക്കുന്നതെല്ലാം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ അവർ നമ്മളെ കബഡിപ്പിക്കാൻ്റെ അങ്ങനെ ചെയ്യും. ചില ആൾക്കാർ ഇങ്ങനെ ബോൾ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നോക്കും. അതിപ്പോൾ ഒരാൾ ചിലപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ ആ സൈഡിൽ നിന്ന് അടിക്കും. അത് ഒരാളെ മെന്റാലിറ്റിയാണ്.
ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ? ഈ ഫോക്കസ് കിട്ടാനും ഏകാഗ്രത കൂട്ടാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും? അങ്ങനെ ഇപ്പം ചെയ്യലൊന്നുമില്ല. പണ്ട് ക്യാമ്പിലുള്ളപ്പോൾ യോഗയും മറ്റേ മെഡിറ്റേഷൻ അതെല്ലാം ചെയ്യലുണ്ട്. അല്ലാണ്ട് പിന്നെ അങ്ങ് ചാടൽ തന്നെ. നമ്മളൊരു സൈഡ് ചാടുന്ന വെച്ചാൽ അങ്ങ് ചാടലുണ്ട്. ആ ഈ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നന്നായിട്ട് തിളങ്ങി നിൽക്കുകയാണല്ലോ. അപ്പൊ ഓരോ റീൽസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൈറലാവുന്നുണ്ട്. അപ്പൊ ഈ ചില DMs ഒക്കെ വരാറുണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില മെസ്സേജുകൾ, ഇപ്പോഴും ഓർത്തിരിക്കുന്ന കമന്റ്സ് മെസ്സേജുകളൊക്കെ ഓർക്കണുണ്ടോ എന്തെങ്കിലുമൊക്കെ? മറ്റേ നവ്യ നായർ ഒരിക്ക ഞാൻ ഫസ്റ്റ് മറ്റേ ഗ്രാവിറ്റി ജമ്പ് ചെയ്തപ്പോ അത് സ്റ്റോറി ആക്കിയിട്ട് അത് ഭയങ്കര വൈഫ് ആദ്യം കാണിച്ച വൈഫ് ഞെട്ടിപ്പോയി. മകളെയും കൂടുതലും ട്രെയിൻ ചെയ്യിപ്പിക്കാറൊക്കെയാണല്ലോ. അപ്പം വൈഫിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? വൈഫിനും ഓക്കെയാണ്. സപ്പോർട്ട് ചെയ്യാറുണ്ടോ? കാരണം മോള് ഇപ്പൊ രാത്രിയെല്ലാം വർക്കൗട്ട്, ഇപ്പം ബാങ്ക് കഴിഞ്ഞ് വന്ന് ചങ്ങായിമാരുടെ പോയിരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പം ഇവള് ഫുഡ് കഴിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ മുകളിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പം ഓളിയും കൂട്ടും, അപ്പൊ വർക്കൗട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടും. അപ്പൊ ഇവള് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇവളിങ്ങനെ പുഷപ്പെല്ലാം എടുക്കാൻ നോക്കും. ഫുട്ബോൾ ലൈഫ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ യങ്ങർ ജനറേഷൻ ഒരുപാട് ട്രെയിനിങ്ങോ സംഭവങ്ങളോ ഒക്കെ ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? ഉണ്ട്. ഞാൻ ഡി ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ക്യാമ്പ് ഞാൻ തലശ്ശേരി എടുത്തിട്ടുണ്ടായിരുന്നു. 2 മാസം, ഏപ്രിൽ 4 മുതൽ മെയ് 31 വരെ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ കിട്ടി. ഫുട്ബോളിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്ത, അപ്പം ഭയങ്കര സന്തോഷം. നമ്മളെ കൈമെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. അങ്ങനെ കുറേ കുട്ടികളെ കിട്ടി, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം മെസ്സേജ് അയക്കും പിള്ളേർ എപ്പോൾ ഇനിയപ്പോൾ ക്യാമ്പ് തുടങ്ങുവാന്ന്. വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെയായിരുന്നു ശരിക്കും ഇൻസ്പിറേഷൻ തന്നത്? തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ് ഇൻസ്പിറേഷൻ തന്നത്. പക്ഷെ അച്ഛൻ്റെ 11th കളി കാണാൻ അവസരം കുറവേ കിട്ടിയുള്ളൂ. കാരണം അച്ഛൻ പോലീസിലായതുകൊണ്ട് രാവിലെ പോയാൽ ഇപ്പം വൈകുന്നേരം കളിയാണെങ്കിൽ വീട്ടിലേക്കൊന്നും വരില്ല. ഇവിടെ റൂമുണ്ടല്ലോ, അവിടെ പോയിട്ട് മാറ്റി. അല്ലാണ്ട് എന്നെ കൂട്ടി വന്ന് കാണാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയ സെവൻസ് ആണ്. സെവൻസ് കാണാൻ അവസരം കിട്ടിയ വെച്ചാൽ എൻ്റെ നാട്ടിലെ ടീമും അച്ഛൻ്റെ ടീമും സെവൻസ് കളിക്കുമ്പോൾ കാണാൻ പോയി. അങ്ങനെ 2018-19 മിഥുൻ മറ്റേ പെനാൽറ്റി സേവ് ചെയ്ത് നമ്മൾ കപ്പടിച്ചത് 17-18. അപ്പോൾ 2004 അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് കപ്പടിച്ചത്. ഞാൻ പഠിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് പിറ്റേ ദിവസം ലീവാണ്. മിഥുനും പഠിക്കായിരിക്കും ആ സമയത്ത്. ഇത്തവണ ലീവ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ലീവില്ല, കാരണം ഇത് ഈസ്റ്ററാണ്. ഏപ്രിൽ 1 ഫൈനല്, 2 ഈസ്റ്റർ, അതുകൊണ്ട് ലീവില്ല. അതുപോലെ 2022 ലീവില്ല. ഇല്ല. അപ്പൊ 2004 ഓർമ്മ എങ്ങനെ? അന്നേരം പഠിക്കുമ്പോൾ അന്നേരം കളി ഉണ്ടാവുമല്ലേ, ചെറിയ ക്ലാസ്സിലായിരിക്കും ആ സമയത്ത്. ലീവൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരിക്കും. സന്തോഷ് ട്രോഫി അല്ലാന്ന് അറിയില്ലല്ലോ, ലീവ് ഉണ്ട് പറഞ്ഞാ. മഴ പെയ്ത ലീവ്. പിന്നൊരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞപ്പോ ഇതിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. അന്ന് ലീവ് കിട്ടിയ എന്താന്ന് ഇങ്ങനെയാന്ന് കാരണം. പിന്നെ ഇഗ്നേഷ്യസാട്ടെ അവര് ബാങ്കിലാണ് അവരെ. അപ്പൊ അവരെ കാണാൻ പറ്റിയ ഇപ്പൊ അടുത്ത കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് തിരിച്ച് സ്നേഹം മാത്രമല്ല, ഒരു ടോക്കൺ ഓഫ് ലവ് എന്നെല്ലാം പറയുന്ന ഒരു ഗിഫ്റ്റ് കൂടെ മിഥുന് കൊടുക്കാനുണ്ട്. താങ്ക് യു. വെൽക്കം. ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.